ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോവലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഓണകാലമൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് എന്തായാലും പച്ചക്കറികളൊക്കെ വേണമല്ലോ. അപ്പം ഇനി എങ്ങനെയാണ് ഈ കോവൽ കൃഷി നല്ല രീതിയിൽ എങ്ങനെ വളർത്തിയെടുക്കാം, എങ്ങനെ കാ പിടിക്കും. ചിലർക്കൊക്കെ പരാതിയാണ് ഇതിനകത്ത് കാ പിടിക്കുന്നില്ല, ആരോഗ്യമില്ല, വെച്ചിട്ട് അത് ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നേരത്തെ ഒരു കോവൽ കൃഷി ടെറസിൽ കാണിച്ചിരുന്നു. അതാണെങ്കിലും പിന്നെ അതിൻ്റെ കമ്പ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് പടരുകയും ചെയ്തു. പിന്നെ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെയൊക്കെ ഇലയൊക്കെ വീണ് വല്ലാത്ത രീതിയിലായതുകൊണ്ട് ഞാൻ ഒരു കമ്പ് വെട്ടി താഴെ കൊണ്ടുവച്ചു. അത് അങ്ങനെ പടർന്നു വരികയാണിത്. കമ്പ് വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഞാനിതിനെ ഇവിടെ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ മുറ്റത്തോട്ട് പടർത്തുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്നെ കളിയാക്കുകയും ചെയ്തു. പിന്നെ നീ അങ്ങ് പടർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി കേട്ടോ. എന്നാ കണ്ടത് ഇപ്പോൾ നല്ലതുപോലെ പടർന്നു വരുന്നുണ്ട്. ഒരുപാടൊന്നും ആയില്ല എങ്കിൽ തന്നെ അത്യാവശ്യം പടർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നര ആയിട്ട് പോലും അതിനകത്ത് ഒരു കാ പോലും പിടിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ ഞാനില്ല പയറിനകത്ത് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ അറ്റവും നുള്ളി കൊടുക്കും. ഇതിൻ്റെ ഓരോ ഇങ്ങനെ പടർന്നു വരുന്നതിൻ്റെ ഓരോ അറ്റവും നമ്മൾ നുള്ളി കൊടുക്കണം. അതിൻ്റെ അറ്റവും അങ്ങ് നുള്ളി കൊടുക്കാം. ഇത്ര അങ്ങ് നുള്ളി കളഞ്ഞാൽ മതി. അങ്ങനെ എല്ലാത്തിൻ്റെയും രണ്ട് തുമ്പ് ഞാൻ ഒടിച്ച് നിർത്തിയിരിക്കും, ഉണ്ടല്ലേ. അപ്പോൾ അതിൽ നിന്ന് വേറെ തണ്ടുകളും വന്നുകൊണ്ടിരിക്കും, കായും വരും. ഇങ്ങനെ കായുമായി ഒരു തണ്ടും വരുന്നുണ്ട്. ഇതിൻ്റെ ആണെങ്കിലും അങ്ങേ അറ്റത്ത് ഞാൻ തണ്ട് ഒടിച്ച് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇഷ്ടം പോലെ പൂവും കായും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വേറെ വേറെ തണ്ടുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് കൊച്ചു കൊച്ചു പൂക്കളെല്ലാം ഇഷ്ടം പോലെ വരുന്നുണ്ട്. കായും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള കായാണിത്. നല്ല ഹൈബ്രിഡ് കമ്പായിരുന്നു. നല്ല ആരോഗ്യമുള്ള നല്ലോണം പിടുത്തമുള്ള കോവലിൻ്റെ തണ്ട് മാത്രമേ കുഴിച്ചിടാവൂ. കുഴിച്ചിടുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ വീഡിയോയിൽ വേണമെങ്കിൽ ഒന്നുകൂടെ, ഇതുവരെ കാണാത്തവർക്കായിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പഴുത്ത് നിൽക്കുന്ന ഇലകൾ, വാടി നിൽക്കുന്ന ഇലകളൊക്കെ അങ്ങ് പിച്ചിക്കളയണം. നമുക്ക് തന്നെ ആണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവരിരുന്ന് TV കാണുമ്പോഴും ഉറങ്ങുമ്പോഴും നമുക്കൊരു ക്ഷീണം വരത്തില്ലേ. ഈ ഇലകളിങ്ങനെ ഉണങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഇവർക്കും ഒരു ക്ഷീണം വരും. ഞങ്ങളും അങ്ങ് വാടിയാലോ എന്ന് വിചാരിക്കും. അതുകൊണ്ട് അവർ ഈ വാടി നിൽക്കുന്നതും കരിഞ്ഞ് നിൽക്കുന്നതും ഒക്കെ അങ്ങ് പിച്ച് മാറ്റിയേക്കണം. നമുക്ക് അത്യാവശ്യം പിച്ചെടുക്കാം. ഒരുപാടൊന്നും ഇല്ല എങ്കിലും ആവശ്യത്തിനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. നമ്മളവിടെ മുറിച്ച് കളയുമ്പോൾ ഉടനെ തന്നെ അവിടെ നിന്ന് തന്നെ അവിടെ പൂ വന്നോളും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കരുത് ഒരു പ്രാവശ്യമെങ്കിലും. ഇനിയും കോവയ്ക്ക പിടിക്കുന്നില്ല എന്നുള്ള പരാതി എല്ലാ അപ്പന്മാർക്കും കണ്ടില്ലേ പിടിച്ചു വരുന്നത്. കണ്ടില്ലേ, നല്ല ആരോഗ്യമുള്ള കായാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു 10 കോവയ്ക്ക കിട്ടാമെങ്കിൽ നമുക്ക് തോരനോ മെഴുക്കുവരട്ടിയോ ഒക്കെ വയ്ക്കാനായിട്ട് പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇതിന് വളമൊക്കെ കൊടുക്കണം കേട്ടോ. നമുക്കാണെങ്കിലും ക്ഷീണം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏത്തയ്ക്കയോ അല്ലെങ്കിൽ വിറ്റാമിൻ സാധനങ്ങളൊക്കെ കഴിക്കാറില്ലേ, ഏത്തയ്ക്കല്ല ബൂസ്റ്റോ ഒക്കെ കഴിക്കാറില്ലേ, അതേപോലെ തന്നെ ഇവർക്കും ക്ഷീണം ഉണ്ടാകും കേട്ടോ. പിടിച്ച് ഇവർ കുഴയുമ്പോൾ പിന്നെ ഇവരുടെ പിടുത്തമൊക്കെ അങ്ങ് നിൽക്കും. അപ്പോൾ നമ്മൾ മൂടൊക്കെ ഒന്നും കൂടെ വളമിട്ട് വെട്ടിയെടുപ്പിക്കണം. ഇങ്ങനെ നീണ്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ തുമ്പ് പിന്നെയും മുറിച്ച് കൊടുക്കണം. ഇവിടുന്ന് വീണ്ടും വന്നോളൂ. അപ്പം കിളിച്ച് വരുന്നത് വീണ്ടും നമ്മൾ മുറിച്ച് മാറണം. അങ്ങനെ ഇഷ്ടം പോലെ കായതിനകത്ത് വന്നോളും. വളമിട്ടിട്ട് 10-30 ദിവസമായി. ഞാനൊന്ന് വളമിടുന്നതും വേണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പ് കുഴിച്ച് വെച്ച് കാണിക്കുന്നത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് കോവലിൻ്റെ തണ്ട്. കാണാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വിരലിൻ്റെ കനത്തിലുള്ളത് മതി. അതിൽ സ്വല്പം കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ വേണം നമ്മൾ കോവലിൻ്റെ കമ്പ് നടാനായിട്ട്. അപ്പോൾ ഈ ഓരോ മുട്ടിൽ നിന്നും അതിന് വരും, വള്ളി വന്നുകൊണ്ടേയിരിക്കും. ഈ ഓരോ മുട്ടിൽ നിന്നും വള്ളി വന്നുകൊണ്ടേയിരിക്കും. അത് കുഴിച്ചിടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നല്ലൊരു കുഴി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ചാരവും ഒക്കെ മിക്സ് ചെയ്ത്, വേണമെങ്കിൽ സ്വല്പം ജൈവവളവും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു 2 ദിവസം അത് വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ട് ഇളക്കിയൊക്കെ ഒന്ന് ഇട്ടിട്ട് വേണം ഈ കമ്പ് നടാനായിട്ട്. അപ്പോൾ അത് നടുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. കോവലിൻ്റെ തണ്ട് ചാക്കിനകത്ത് കുഴിച്ചിടുന്ന രീതി ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ കുഴിയെടുക്കുന്ന രീതിയൊന്നും കാണിക്കാൻ ഒക്കത്തില്ലല്ലോ. അത് ചാക്കിനകത്ത് കരിയിലൊക്കെ നിറച്ചിട്ടായിരുന്നു നമ്മൾ മണ്ണൊക്കെ നിറച്ച് കോവൽ നട്ടത്. ഇതിപ്പം നമ്മൾ തറയിൽ കോവൽ കമ്പ് കുഴിച്ചിടുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇപ്പം നല്ലൊരു തടമൊക്കെ എടുത്തിട്ട് ആ കുഴി നല്ലതുപോലെ ഒന്ന് അറയണം. നല്ല വേരൊക്കെ നല്ലോണം ഓടണം. അതിനകത്തോട്ട് ചാണകവും ചാരവും കൂടെ ഇട്ട് കൊടുത്തിട്ട്
വീണ്ടും നല്ലതുപോലെ അരയണം. അപ്പോൾ ഈ കുഴിയിലോട്ട് നല്ലതുപോലെ ചാണകവും ആട്ടും കാഷ്ടവും ചാരവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നട്ടാലും മതി. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം തന്നെ അങ്ങ് കാണിക്കുകയാണ്. ഇത് വളവും മണ്ണുമായിട്ടൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് നട്ടാലും മതി. ഇതാണ് നമ്മുടെ കോവൽ തണ്ട്. നമുക്കതിനെ ഒരു റാ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് കുഴിച്ചിടാം. രണ്ട് സൈഡ് നല്ലതുപോലെ ഉറപ്പിച്ചു കൊടുക്കണം. ഇനി ഇതിൽ നിന്ന് നല്ലതുപോലെ കിളിച്ച് വന്നോളും. ഈ മുട്ടിൽ നിന്നുമൊക്കെ കിളിച്ച് വന്നോളും. നല്ലതുപോലെ കിളിച്ച് വരുമ്പോൾ നമുക്ക് വളം ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് കുഴിച്ചിടുന്ന രീതി. ഇനി നമ്മൾ വളർന്നു വന്നതിന് സ്വല്പം വളം കൂടി ഇട്ട് കൊടുക്കണം. അപ്പം മണ്ട പിടിച്ച് കളഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ അതിൻ്റെ ചുവട്ടിൽ വളം കൂടി ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ കായൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് മണ്ണിളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ വളമൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ നല്ല രീതിയിൽ വെട്ടിയെടുപ്പിച്ചിടണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കണം. ഈ മണ്ണൊക്കെ ഉറയ്ക്കുമ്പോൾ വീണ്ടും അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലതുപോലെ വേരോട്ടവും ഉണ്ടാവും, നല്ല ആരോഗ്യമുള്ള കായും ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ വേരാണെന്ന് തോന്നുന്നു. അതിനകത്തോടെ നമുക്ക് ചാരവും ആട്ടും പുഴുക്കയും കൂടി ഇട്ട് കൊടുക്കാം. കയ്യിൽ ഒരു പിടി ജൈവവളം നമ്മൾ ദൂരെ മാറ്റിയിട്ട് കൊടുക്കാം. അതിൻ്റെ വേര് പോയി എല്ലാം വലിച്ചെടുത്തോളും. പിന്നെ ഒരു സ്വല്പം കുമ്മായം. ഇത് ഡൗട്ടുള്ളവർ ഇടണ്ട. കുമ്മായം ചെടിക്ക് ഇടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണേ. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എല്ലാത്തിനും നല്ലതുപോലെ കായൊക്കെ പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ മൂട്ടിലോട്ട് നല്ലതുപോലെ മണ്ണ് അടുപ്പിച്ച് കൊടുക്കണം. കോഴിയൊന്നും ചെതഞ്ഞ് കളയാതിരിക്കാൻ പഴയ കൊട്ട കിടന്നത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ കാ പിടിച്ച് തുടങ്ങിയ കോവൽ വള്ളിയാണിത്. ഇതിപ്പോൾ നമ്മൾ നട്ടതുമാണിത്. അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കോവലുവള്ളി സംഘടിപ്പിച്ച് നടാൻ ശ്രമിക്കുക. ചിന്നു എണീറ്റ്. നീ കടിക്കുന്നോ? ഈ സമയത്ത് എല്ലാം നടാൻ പറ്റിയ സമയമൊക്കെയാണ്. മഴയൊക്കെ മാറിയെന്നാണ് തോന്നുന്നത്. ഇനി എല്ലാം നട്ട് തുടങ്ങിക്കോളൂ. പയർ, വെണ്ടയ്ക്ക, കോവയ്ക്ക, പാവയ്ക്ക എല്ലാം നട്ടുപിടിപ്പിക്കാവുന്ന സമയമാണ്.
കഴിവതും ഇതിനകത്ത് ഈ പച്ച ഉറുമ്പുണ്ടല്ലോ, നീർ ഉറുമ്പ്, ഈ പച്ച ഉറുമ്പിനെ കാണാത്തവരുണ്ട് ഇപ്പോഴും. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ സ്ഥലത്തൊക്കെ പച്ച ഉറുമ്പെന്നാണ് പറയുന്നത്. അത് കയറി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, എടുക്കട്ടെ, ഇതാണ് ഈ പച്ചുറുമ്പെന്ന് പറയുന്ന സാധനം. ഇത് യാതൊരു കാരണവശാലും ഈ കോവലിനകത്ത് കയറ്റി വിടരുത് കേട്ടോ. കയറ്റി വിട്ടാൽ ഈ ഇലയെല്ലാം ചുരുട്ടി അങ്ങ് മടക്കി അവരങ്ങ് കൂടും കൂട്ടിയിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാനൊക്കാത്തൊരു കണ്ടീഷനാക്കി കളയും. അപ്പം നീറുറുമ്പിനെ കാണുവാണെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി ചാമ്പലൊക്കെ വാരി വിതറിയിരുന്നാൽ മതി. രാവിലെ ചാരം വാരി വിതറുമ്പോൾ ആ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ അങ്ങ് മാറിക്കോളും. നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ 10 കോവയ്ക്കൊക്കെ കിട്ടുന്നത് നല്ലതല്ലേ. നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളുണ്ടെങ്കിൽ ഇങ്ങനെ ഓടി വന്ന് ഇങ്ങനെ ഒന്ന് പിച്ച് അതൊന്ന് അവിയലിനകത്തിടുക, ഒന്ന് തോരൻ വയ്ക്കുക, ഒന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കുക, അതൊക്കെ അല്ലേ ഒരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചടുക്കളത്തോട്ടത്തിൽ നമുക്ക് ഒരുപാടൊന്നും നമ്മൾ വിൽക്കാനും ഒന്നും വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പിന്നെ ആരെങ്കിലും വരുമ്പോൾ ഒന്ന് കൊടുക്കുമ്പോൾ, നമ്മൾ നട്ട് വളർത്തിയത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുമ്പോഴൊന്ന് ഷെയർ ചെയ്യുമ്പോഴും ഒരു പ്രത്യേക സന്തോഷമാണ്. താഴെ നിന്ന് ഇലയെല്ലാം ചിന്നും മിന്നും തിന്ന് കേട്ടോ. ഒരു സാധനം എങ്ങനെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. എല്ലാത്തിൻ്റെ ഇല വന്ന് പിടിച്ച് തിന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇതിനകത്തോട്ട് കെട്ടി വെച്ചിരിക്കുക. പിന്നെ ആരോഗ്യം കുറയുമ്പോഴും നമ്മൾ വളം ഇട്ട് കൊടുക്കണം കേട്ടോ. ക്ഷീണം തോന്നുന്നു നമുക്കറിയാം. കാപിടുത്തമൊക്കെ കുറയുമ്പോൾ പിന്നെ വളം ഇട്ട് കൊടുക്കണം. വളം ഇട്ട് കൊടുക്കണം. ഇപ്പം വളമെന്ന് പറയുന്നത് അതിൻ്റെ ചെവിടൊക്കെ ഇത്രയൊക്കെ വളർന്നില്ലേ, ചെവിടൊക്കെ ഒന്ന് മാന്തിയിട്ട് നമ്മളെല്ലാത്തിനും ഉപയോഗിക്കുന്ന വളം ഉണ്ടല്ലോ, ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ഈ ആട്ടിൻ കാഷ്ടവും ഇച്ചിരി കുമ്മായും ഇച്ചിരി ജൈവവളം. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും കുമ്മായും എല്ലാം വളത്തിൻ്റെ കൂടെ ഇടുമെന്ന്. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു മാറ്റവും വരുത്താറില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ രീതി ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേങ്കിൽ എനിക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുമ്മായ ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ വിട്ടേരെ. അപ്പം കണ്ടില്ലേ, നമ്മുടെ കോവയിൽ നിന്ന് പിച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. കൊളസ്ട്രോളിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ, അടിപൊളി. നല്ല കരികിരാന്നിരിക്കുന്നു, കരിമ്പ് മാതിരിയുണ്ട്, സൂപ്പർ. കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നമുക്കിങ്ങനെ ധൈര്യമായിട്ട് കഴിക്കാൻ നോക്കുമോ? ഇത് നമുക്കൊന്ന് തുടച്ചിട്ട് അപ്പോഴേ കഴിക്കാം, ഒരു വിഷമില്ല. നമുക്ക് പിടിച്ചാലും നമുക്ക് എടുക്കാം. നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ ഒന്ന് കൊടുക്കാം. നമ്മൾ ചെയ്തത് മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഇതാണ് കേട്ടോ. നമ്മൾ ചെയ്തിട്ട് വേറൊരാൾക്കൂടെ ഒന്ന് തോരൻ വയ്ക്കാനോ മെഴുക്കുവരട്ടി വയ്ക്കാനോ ഒക്കെ കൊടുക്കുമ്പോൾ ഉണ്ടെന്ന് ഒരു സന്തോഷം തന്നെ. അത് നമ്മളത് ചെയ്ത് നോക്കിയെങ്കിൽ ആ സന്തോഷമൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഇനിയെങ്കിലും ഒരു 10 പേരെങ്കിലും മിനിസ് ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് കൃഷിയിലോട്ട് വരികയെന്നുണ്ടെങ്കിൽ 10 പേര് വിഷത്തിൽ നിന്ന് ഒഴിവായില്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കോവലൊക്കെ നമ്മുടെ മുറ്റത്ത് നട്ടുപിടിപ്പിക്കുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടം പോലെ കോവയ്ക്ക ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മൂട് പിന്നെ ഉറയ്ക്കുമ്പോൾ ഒന്ന് മണ്ണ് അടുപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വളമൊക്കെ കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ ഇഷ്ടം പോലെ കാ പിടിക്കും. കാ പിടിച്ചാൽ മാത്രം ചെന്നാൽ പോരെ, അതിന് വേണ്ടതായ ആഹാരവും വെള്ളവും ഒക്കെ കൊടുക്കുകയും കൂടെ വേണം കേട്ടോ. എന്നിട്ട് എനിക്ക് കാ പിടിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. അവർക്ക് സമയാസമയങ്ങളിൽ വേണ്ടുന്ന ആഹാരവും വെള്ളമൊക്കെ കൊടുത്താലും നമുക്ക് ഇഷ്ടം പോലെ കായ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ നന്ദി, നമസ്കാരം.